ഏറ്റെടുത്ത് കഴിഞ്ഞ ഇതാണ് നമ്മുടെ ഇനി ഏത് നടന്മാര് വന്നാലും ശരിയല്ല. ലാലേട്ടൻ ലാലേട്ടൻ തന്നെയാണ്. ആ ലാലേട്ടൻ ഇവിടെ ഈ ലോകത്ത് ഇല്ലാതെ പോയാലും ഒരു ലാലേട്ടൻ ഉണ്ടാവൂല. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഞാൻ ഒരു മമ്മൂട്ടി ഫാൻസ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ മമ്മൂട്ടി ഫാൻസ് ആയതുകൊണ്ടാണ് പറയണത് ഈ പടം സൂപ്പർ പടം. നമുക്ക് എമ്പുരാൻ പ്രതീക്ഷിച്ചൊന്നും കിട്ടില്ല, പക്ഷെ ഇത് പടം പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ച് ഇതിൽ കൊണ്ടുവന്നു. കറക്റ്റാണ്. ശോഭന കുഴപ്പമില്ല, ഭയങ്കരമായിട്ടുള്ള റോളില്ല. പക്ഷെ പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ തരുൺ മൂർത്തിയിൽ കൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഒരു രക്ഷയില്ല. കാലങ്ങൾക്ക് ശേഷം കണ്ടിരിക്കാൻ പറ്റുന്ന ഗ്രിപ്പിംഗ് ആയിട്ടുള്ള അടിപൊളി പടം. പക്ഷെ ഒരു ചെറിയൊരു പടക്കക്കട തീട്ടിട്ടുണ്ട് തരുൺ മൂർത്തിലായിട്ട്. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. എത്രയോ നാളെ ഞാനൊരു അടുത്ത മമ്മൂക്ക ഫാനാണ്, പക്ഷെ എങ്കിലും മോഹൻലാലിന്റെ ഒരു പടം തിയേറ്ററിൽ കാണുന്ന ഒരു ഫീൽ ഇതുവരെ കുറെ നാളെ എനിക്ക് കിട്ടിയിട്ട്. ഇത് സീറ്റിന്റെ വണ്ടിയിലൊക്കെ നീട്ടിരുന്നത് അടിപൊളി, ഒന്നും പറയാനില്ല. ത്രില്ലർ അല്ല ബ്രോ, ജോണർ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഡ്രാമയുണ്ട്, ഫാമിലി മൂവിയുണ്ട്, ത്രില്ലിംഗ് എലമെന്റ്സ് ഓഫ് ഉണ്ട്. പിന്നെ ഒരു മോഹൻലാൽ സിനിമയിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയുണ്ട്. കംപ്ലീറ്റ് പാക്കേജ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. എക്സ് വിജയ് ആണ്, അടിപൊളിയാണ്. പിന്നെ തരുൺ മൂർത്തിയാണ് ദ മാൻ. കാരണം എത്രയോ നാൾക്ക് ശേഷം ലാലേട്ടന്റെ ഓറയിലും നമുക്ക് വേണ്ടുന്ന ഒരു പ്രസൻസിലും കൊണ്ടുവരാൻ പറ്റുന്ന തരുൺ മൂർത്തിയാണ്. അതുകൊണ്ട് അടിപൊളി പടം കേട്ടോ. നൈസായിട്ട് കിടിലൻ ഡയറക്ഷൻ. മൊത്തത്തിൽ ലാലേട്ടന്റെ നമുക്ക് വിന്റേജ് ലാലേട്ടൻ വന്നത് പറയേണ്ട കാര്യമില്ല. ലാലേട്ടൻ എന്നും ഇവിടെ ഉണ്ട്, ലാലേട്ടൻ തുടരും. അത് തന്നെയാണ് പടത്തിന്റെ ഒരു ക്ലിയർ മെസ്സേജ്. വളരെ മനോഹരമായിട്ട് എടുത്തേക്കുന്നത്. കിടിലൻ ഡയറക്ഷൻ, ബ്രില്യന്റ്. എന്താ പറയാ, ഒരു ദൃശ്യത്തിന്റെ ലെവൽ സാധനമുണ്ട്. ഒരു ക്ലൈമാക്സ് അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും ഡയറക്ട് ചെയ്തേക്കുന്നത് സിനിമാറ്റോഗ്രാഫി ആയാലും DOP ആയാലും ജെയ്ക്സ് വിജയുടെ മ്യൂസിക് ആയാലും ഒരു രക്ഷയില്ല. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നല്ല മൂവി. ക്ലൈമാക്സ് മാത്രം എന്തെങ്കിലും കൂടെ ഇട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര ലെവലായിരുന്നു. ദൃശ്യം ലെവൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് ആക്ടിങ്. ലാലേട്ടൻ നമ്മളെ പഴയ ലാലേട്ടൻ എന്ന് പറയുന്നത് അതിലൊരു ഇതില്ല. വിന്റേജ് ലാലേട്ടൻ എന്ന് പറയുന്നേക്കാൾ ലാലേട്ടൻ എന്നും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പ്രഷനും പുള്ളിയുടെ ആ ഫേസ് എക്സ്പ്രഷനും എല്ലാം അത് ഒപ്പിയെടുത്തേക്കാണ് ഡയറക്ടർ. ലാലേട്ടനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കിടിലനായിട്ടുള്ള പടം. ശോഭന ലാലേട്ടൻ കോംബോ അടിപൊളി. അതുപോലെ തന്നെ കോമഡി ഫസ്റ്റ് ഹാഫ് വളരെ അടിപൊളി കോമഡി, നൈസ് കോമഡിയാണ്. ഒന്നും നമുക്ക് കുത്തിക്കയറ്റിയതുള്ള ഒരുപാട് മൂവി റെഫറൻസിലുള്ള വളരെ ഓർഗാനിക് ആയിട്ടുള്ള കോമഡി. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രില്യന്റ് വർക്ക്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളി. അതുപോലെ സിനിമാറ്റോഗ്രഫി വളരെ മനോഹരമായിട്ട് അതിന്റെ ഏരിയൽ ഷോട്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ലാഗില്ലാതെ കാണാം. ത്രില്ലർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫാമിലി ഡ്രാമ വിത്ത് വെഞ്ചൻസ്. അബ്സല്യൂട്ട് ത്രില്ലർ. അയ്യോ, ഭയങ്കര സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തോ എമ്പുരാനെക്കാളും ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. കാരണം എന്താണോ പൃഥ്വിരാജ് എമ്പുരാനിൽ കൊണ്ടുവരാൻ മിസ് ചെയ്തത് അത് ശരിക്കും തരുൺ മൂർത്തി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ളി പിന്നെ അടിപൊളി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അത് എന്താണ് ഫൈറ്റ് ആയിക്കോട്ടെ, ഇമോഷൻ രണ്ടും അതാണ് മിക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോംബോ പോലെ രണ്ടുപേർക്കും അടിപൊളിയായിട്ട് ഇമോഷണൽ റൈഡായിട്ട് 2.25 മണിക്കൂർ സൂപ്പറായിട്ട്. കിടിലം പെർഫോമൻസ്. ഇതാണ് ശരിക്കും സംഭവം. ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് തള്ളി മറിക്കലൊന്നുമല്ല. കിടിലം സ്ക്രിപ്റ്റ്, കിടിലം മേക്കിംഗ്, നല്ല സിനിമ. ഷുവർ ഷോട്ട് ഹിറ്റാണ്. ഉറപ്പായിട്ടും ഇത് വളരെ നല്ല ഹിറ്റുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് അവർ ഭയങ്കര ലോ ഹൈറ്റിൽ നിർത്തിയിരുന്നത്. കാരണം അവർക്ക് സ്ക്രിപ്റ്റിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം തരുൺ മൂർത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സത്യമാണ്.